5 മുതലാളി 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 എന്താടോ കാര്യം? സന്തോഷായി. ഓഹോ, അപ്പൊ താൻ സന്തോഷായി എന്ന് പറയാൻ വേണ്ടി വന്നതാ? മുതലാളി, എന്റെ ജീവൻ അപകടത്തിലാ. അത് നീ ജനിച്ച അന്ന് മുതലേ അപകടത്തിലല്ലേ? ജോലിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ നിക്കണ്ട, പോയിക്കോ. അതല്ല മുതലാളി, എനിക്കൊരു 100 രൂപ വേണം. 100 രൂപ കിട്ടിയാൽ നിന്റെ ജീവൻ രക്ഷപ്പെടുവോ? ഫുള്ളായിട്ട് രക്ഷപ്പെടൂല, ലേശം രക്ഷപ്പെടും. സുമിത്രേ, ഒരു 100 രൂപ എടുത്തു കൊടുത്തേ. മോളെ 5ഉം 10ഉം ആയിട്ട് തന്നാ മതി ചേട്ടാ, ഇല്ല അപകട. അപ്പോ 100 രൂപ ഒരുമിച്ച് വേണ്ടേ? അല്ല മുതലാളി, 5ന്റെയും 10ന്റെയും ചേഞ്ച് ആയിട്ട് തന്നാ മതി എന്ന് പറഞ്ഞതാ. നാട്ടുകാർക്ക് പിരിച്ചു കൊടുക്കാനുള്ള കാശാ. 1 2 3 ഇങ്ങോട്ട് കൊണ്ടുവാ. ഇത് ഞാൻ മറക്കൂല മുതലാളി. താൻ മറന്നാലും ഞാൻ മറക്കില്ലടോ. ഈ 100 ഉറുപ്പിക അടക്കം 5750 ഉറുപ്പികയാണ് ഇപ്പൊ തന്റെ പറ്റ്. അപ്പൊ 10,000 രൂപയാകാൻ ഇതിന്റെ കൂടെ എത്ര കൂട്ടണം? 4250 രൂപ കൂടി കൂട്ടിയാൽ 10,000 രൂപയാവും. അപ്പൊ ആ 4250 എനിക്ക് എപ്പ തരും? നിനക്ക് എപ്പ വേണം? നീ ആലോചിച്ച് പറ. വേണ്ട, മുതലാളി എന്നെ ആലോചിച്ച ഡേറ്റ് പറഞ്ഞാ നീ ആലോചിച്ച് പറയടാ. മുതലാളി ആലോചിച്ച ഡേറ്റ് പറഞ്ഞാൽ മതി. ആലോചിച്ച് പറയടാ. എന്നാ 1 അരമണിക്കൂർ കഴിഞ്ഞ് വരട്ടെ. എന്തിന്? ബാക്കി 4250 ഒറ്റ വീക്ക് ചെന്നുണ്ടല്ലോ. ചേട്ടനെന്താ ഓടണേ? ഓടുന്നതല്ല മോളെ, ഓടിക്കുന്നതാ. മീന മോളെ ഇങ്ങോടെ കാലത്തെ ഞാൻ തച്ചത് വാങ്ങാൻ. ചിൽഡ്രൻ ഉണ്ടാവും ഒരു 15 രൂപ എടുക്കാൻ. എന്റെ ഇല്ല. 15 തയ്ച്ചില്ലെങ്കിൽ ഒരു 14 രൂപ തന്നാ മതി. ഗതി പിടിക്കൂല ഇതൊന്നും. മീനെ വിളിക്കണ്. എന്തിനാ? അതെന്താ? കാശ് എന്താന്ന് അറിയൂല അല്ലേ? നമ്മള് മീന്റെ കായ്. നീന്റെ കാശ് മീനോട് ചോദിക്കും. നീ വാങ്ങി തിന്ന കായ്. ആദ്യം പറഞ്ഞാ പോലെ ഞാൻ തരൂലായിരുന്നു. മുണ്ടഴിക്കരുത്, ഒന്നുമില്ല. ഉണ്ടോ ഇല്ല എന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ. അയ്യ അതല്ല, കഴിച്ച അടിയിലൊന്നുമില്ല പറഞ്ഞ. ഞമ്മടെ അടുത്ത് വേണ്ടടാ ഈ മാറേ. ഞാൻ പറഞ്ഞതല്ലേ അടിയിലൊന്നുമില്ലെന്ന്. കൊള്ളാലാടാ, അടക്കത് കണ്ടിന്യൂ ചെയ്യാട്ടാ. നമുക്ക് ഞാൻ തരൂല. അയ്യോ, മോളാണ് വല്ലതിന്റെ. അപ്പൊ പോയി കഴിഞ്ഞവരെങ്കിലും ഒന്ന് താ. മുണ്ടുതരാൻ പറഞ്ഞ മുണ്ട്. റബ്ബേ, ഇതിലൊക്കെ നമ്മൾ മീൻ മേടിച്ചു മാറ്റിയ. മീനെടുത്തിട്ട് എന്റെ മുണ്ട് ഇങ്ങെടുത്താ. നാളെ ഇല്ലാത്ത അനക്കെന്തിനാണ് മുണ്ട്? പൊയ്ക്കോ, എന്തെങ്കിലും തന്റെ മുണ്ട് അണ്ടർവെയർ അടക്കം ഞാൻ ഊരി എടുക്കൂടെ. കാക്കേ കാക്കേ എന്താ നീലണ്ടിട്ടത്? കുളിക്ക. ഷർട്ടൊക്കെ ഇട്ടിട്ടോ? ഷർട്ടിനെ കൂടെ ഒന്ന് കുളിപ്പിക്കാന്ന് കരുതി. രാവിലെ കുറിയൊക്കെ തൊട്ട് വീട്ടിൽ വന്നാണല്ലോ. അതെ, എനിക്ക് യമകണ്ഠക ശരീരം ദോഷമുണ്ട്. ആണോ? അതുള്ളത് കൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞിട്ടും കുറി തൊടണം. ഈ ദോഷമുള്ളവർക്ക് ആഴ്ചയിൽ 4 ദിവസം നല്ല ദിവസമല്ല, ബാക്കി 3 ദിവസം മോശ. ഓ, അപ്പൊ ശനി ഞായറോ? അന്ന് ഹോളിഡേ അവധി ദിവസം, അന്ന് ഇത് കുറി തൊടണ്ട. എന്നാലേ വേഗം കുളിച്ച് കയറിക്കോ. വേലിയർക്കാണ് വെള്ളം മുഴുവൻ മാറ്റിപ്പോവും. ആണോ? പറഞ്ഞത് നന്നായി. എന്തു പറ്റി? വേലിയിറക്ക. പിന്നെ നീലാണ്ടേട്ടാ? ഒരു പിന്നെ ഇല്ല. മുതലാളി. എന്താടാ, നീ പോയില്ലേ? ഞാൻ പോയിട്ട് പിന്നെ വന്നതാ. എന്റെ മാനം കാക്കണം മുതലാളി. കുറച്ചു മുമ്പല്ലേ ഞാൻ നിന്റെ ജീവൻ കാത്തത്, ഇനി മാനവും കാക്കണോ? എനിക്കൊരു മുണ്ട് തന്നാ മതി. സരോജിനി, നീലാണ്ടൻ ഒരു മുണ്ട് കൊടുത്തേ. വെറുതെ എന്തിനാ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ ഉടുത്തിരിക്കണ മുണ്ട് തന്നാ പോരെ? ഈ മുണ്ട് അങ്ങോട്ട് തന്നിട്ട് ഞാൻ ഇവിടെ മുഴുവനോട് നിക്കണോ? മുതലാളി അകത്തല്ലേ. ആരെ മുണ്ടില്ലാണ്ട് വന്നേക്കണേ? അപ്പൊ അവൻ മുണ്ടെടുക്കാണ്ട വന്നിരിക്കണേ. സരോജിനി, നീ അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് തന്നെ, ഞാൻ കൊടുത്തോളാം. എവിടേക്കാ ഇനി ആ കാഴ്ച കൂടി കാണണം. അകത്തേക്ക് പോടോ. എന്നാ മുണ്ട്. ആ ശ്രീകരൻ, പേടിക്കണ്ട മുതലാളി, ഞാൻ അജ്ഞനല്ല. ഇതാടോ തനിക്ക് പറ്റിയ വേഷം? ഇനി എന്തിനാടോ തനിക്ക് മുണ്ട്? തോട്ടിൽ നിൽക്കുന്ന സ്ത്രീയുടെ മാനം കാക്കാനാ.
ഇപ്പൊ വേലിയിറക്കാണാവോ? വേലിയർക്കായ തനിക്കെന്താ? അല്ല, തോട്ടിലെ വെള്ളം പറ്റിപ്പോവില്ലേ? വെള്ളം പറ്റിപ്പോയി തനിക്കെന്താന്ന്? ആ സ്ത്രീ പരിപൂർണ്ണ നഗ്നായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ദാ പിടിച്ചേ. ഇവിടെ നിന്ന് മാറാം. ആനക്കുട്ടിയുടെ മുമ്പിൽ നിന്ന് മാറി അതിനെ പേടിപ്പിക്കണ. പിന്നെ ആനല്ലേ പേടിക്കുന്നു.